ഹായ് ഓൾ അസ്സാം വലൈക്കും. തന്നാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോ എല്ലാം ചെയ്തിട്ട്, വീഡിയോ എല്ലാം എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ പോലെ തന്നെ. അപ്പോൾ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളെല്ലാം കാണിക്കുക. ഇന്ന് സ്കൂളിലേക്ക് പോകാനെല്ലാം ഉണ്ട്, ഉസ്താദിന് ഓർഡർ ഉണ്ട്, അങ്ങനത്തെ എല്ലാ കഥയുണ്ട്. അപ്പോൾ ഞാൻ പിള്ളമാർക്ക് സ്കൂളിലേക്ക് മറ്റേ ഇഡ്ഡലിയും കടലക്കറിയും റെഡിയാക്കി കൊടുത്ത്, പിന്നെ സ്നാക്സിന് ക്യാരറ്റും പിന്നെ ബദാം എന്തിപ്പോൾ അങ്ങനെ എന്തോ കൊടുത്തു. ഇത് കുറേ ദിവസം മുമ്പത്തെ വീഡിയോ ആണ്, ഒരാഴ്ച ആയിട്ടുണ്ടാവും. അപ്പം എടുത്ത് വെച്ച വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഉച്ചക്ക് ഉണ്ടാക്കിയത് മറ്റേ നമ്മളെ കൊയക്ക വറവ് ഫ്രൈ ആക്കിയത്. പണ്ട് ഞാൻ എൻ്റെ മൂത്തമ്മല്ല ചെയ്തുകൊണ്ടായി മുളക് ഇതെല്ലാം ഇട്ടിട്ട് നല്ല ഫ്രൈ ആക്കുന്നത്. അങ്ങനെ കൊയക്ക വറവും മറ്റേ അയില ഫ്രൈയും അതിൽ തന്നെ മഞ്ഞൾ തന്നെയും. അപ്പോൾ ഇതാ ഈ മണ്ണിൻ്റെ ചട്ടിയിൽ വെക്കും മണ്ണിൽ ഫുള്ള് തെറിച്ചിന്. അത് നമുക്ക് ടൈൽസ് ഇട്ടതുകൊണ്ട് പ്രശ്നമില്ല, എന്ത് തെറിച്ചെങ്കിലേ ഒന്ന് നല്ല പണിയെല്ലാം ആയിട്ട് ഒന്ന് ക്ലീനാക്കി ഒന്ന് തുണിയോട് തുടച്ചെങ്കിൽ അല്ലെങ്കിൽ കയ്യെങ്കിൽ അപ്പം അത് പോകുന്നു. ഇപ്പോൾ സിമെൻ്റ് ടൈൽസ് മറ്റേ ചുമരിലെ ബറു ഉണ്ടെങ്കിൽ ആ കറെല്ലാം കുടിക്കുന്നില്ലേ. പക്ഷെ ഇങ്ങനെയെങ്കിൽ എന്ത് പ്രശ്നമില്ല, ഈ ടൈലിട്ടെങ്കിൽ അതൊരു ഇതുണ്ട്, കയറ്റെടുത്തിട്ട് അവിടെ ക്ലിയറായിട്ടുണ്ടാകും. അങ്ങനെ ചോറും കറി എല്ലാം ആക്കിയിട്ട് ഞാൻ ഹോസ്റ്റലിൽ വയ്ക്കുന്നുണ്ട്. പിള്ളേർ സ്കൂളിൽ പോയിട്ട് വന്നിട്ടില്ല, അപ്പം മഹദും നമ്മളെല്ലാം വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടില്ലേ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിനും. എവിടേക്കറിയോ, പള്ളിക്കര ബീച്ചിൽ. കുറേ സൈബുള്ളമാർ തല തോന്നുന്നു, ഇന്ന് പോകുന്നില്ല, നാളെ പോകുന്നില്ല, ഇന്നലെ പോകുന്നില്ല, എടുത്തോളം പോയിട്ടാന്നല്ല ചെല്ലിട്ട്. അങ്ങനെ ഇന്ന് വലിയ കാര്യമായിട്ട് ഓർഡറൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നൊന്ന് പിള്ളമാർ വന്നതിന് ശേഷം പോകാമെന്ന് വെച്ചിട്ട്. അപ്പോൾ പ്ലാൻ ഇട്ടിട്ടില്ല, നമ്മൾ എന്തൊരു കാര്യം ചെയ്യലില്ല. എവിടെയെങ്കിലും പോകുന്നെങ്കിൽ അപ്പോൾ ഇങ്ങനെ ആ ഒരു മിനിറ്റ് അപ്പം തന്നെ ഇറങ്ങലാന്ന്. മുമ്പേ റെഡിയാക്കിയിട്ട് അങ്ങനെ എന്ത് ചെയ്യലേ ഇല്ല ഞാൻ അങ്ങനെ. അപ്പോൾ മീനിൻ്റെ മുളകും മീൻ ഫ്രൈയും കൊയക്ക ഫ്രൈയും എല്ലാം ആക്കിയിട്ട് ചോറ് വയ്ക്കുന്നുണ്ട്. ചോറ് വെച്ചിട്ട് അതിന് ശേഷം ഇല്ലേ ബീച്ചിൽ പോകുന്നത് എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, കേങ്ങ് ഉണ്ട് അതിനെ കൊണ്ടുവന്നിട്ട് കുറേ ദിവസമായി. അപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുത്തെന്തേ എന്നിട്ടില്ലേ ഞാൻ കേങ്ങിനെല്ലാം തൊലി എടുത്തിട്ട് ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം മണി 5-5:30-6 മണിയാവാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പള്ളിക്കര ബീച്ചിൽ രാത്രിയോളം ഉണ്ടാകുന്നു, ഒരു 9 മണി 10 മണി വരെല്ലാം 9-9:30 മണിയോളം ഉണ്ടാകുന്നു. അപ്പോൾ ഇനി പ്രശ്നമില്ല എന്നിട്ട് നമ്മളിങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് വേണ്ട, ഒരു 2 പീസ് കേങ്ങ് എടുത്തിട്ടില്ലേ നല്ല പാങ്ങല ഒന്ന് തൊലിയെല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയാൽ ഉള്ളു പകുതിയും എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വേഗുന്നാലും വേഗുമ്പോൾ നമുക്കറിയില്ല, പക്ഷേ ഉള്ളിങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് പകുതിയും എടുക്കുക. അപ്പോൾ ഞാൻ ലൈനെല്ലാം എടുക്കുന്നെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് കയറ്റെടുത്തിട്ട് നമ്മൾ ഈ ഗ്രേറ്ററിൽ തന്നെ ഗ്രേറ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഒരേപോലത്തെ സ്ലൈസ് ആയിട്ട് വരുന്ന ഈ ഗ്രേറ്റ് ആക്കുമ്പോൾക്ക് അങ്ങനെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തിട്ടായതിനു ശേഷം ഇല്ലേ നമുക്ക് ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കണ്ടേ. ഞാൻ കുറച്ച് പച്ചരി, തേങ്ങ, പിന്നെ കുറച്ച് കടലപ്പൊടി, ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾ, ജീരകപ്പൊടി അങ്ങനെ എല്ലാം ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ചൂടായ എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒക്കെ കഴിക്കാൻ നമുക്കൊരു ചൂട് കട്ടൻ ചായ വേണ്ടേ, അങ്ങനെ കട്ടൻ ചായയും റെഡിയാക്കുന്നുണ്ട് ഇപ്പുറത്ത്. അപ്പോൾ ചട്നിയും ഇന്ന് റെഡിയാക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിള്ളമാരെല്ലാം റെഡിയാകുന്നുണ്ട്. സ്കൂളിൽ നിന്ന് വന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം അത് ഇതേതോ ഒരു മദ്രസ ഇല്ലാത്തടെയാന്ന് തോന്നുന്നു വൈകുന്നേരം പോയത്. അങ്ങനെ പിള്ളമാരെല്ലാം റെഡിയാകുന്നുണ്ട്. ഞാൻ എല്ലാം ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെടുത്തിട്ട് അതിന് ശേഷം നമ്മുടെ അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ബാങ്കെല്ലാം കൊടുത്തിട്ട് ഒരു 7 മണി 7:30 മണി അങ്ങനെ എന്തോ അതിനും തോന്നുന്നു. ഇപ്പോൾ കുറേ സൈഡിൽ വീഡിയോസ് എടുത്തിട്ട് വെച്ചിട്ട് ഓർമ്മയില്ല ടൈമിങ് എന്തോ അങ്ങനെ. അപ്പോൾ അതാ കട്ടൻ ചായ ഞാൻ ഫ്ലാസ്കിൽ റെഡിയാക്കി അവിടെ കേങ്ങ് എണ്ണയിൽ ഫ്രൈ ആകുന്നുണ്ട്. അതെല്ലാം വെച്ചിട്ടായതിന് ശേഷം ഇല്ലേ ഇനി ഞാനൊന്ന് പോയിട്ട് റെഡി ആയിട്ടായിട്ട് പോലാന്ന്. എവിടെയെങ്കിലും ഇല്ലേ പോകുമ്പോഴെല്ലാം വന്നിട്ടായിട്ട് ഓർഡറെല്ലാം ഉണ്ടെങ്കിൽ ഒരു ടെൻഷനാണ്. അത് ഓർഡർ ഉണ്ടല്ലോ ഇട്ട് ഓർഡറെല്ലാം കൊടുത്തിട്ടായിട്ട് പോയിട്ട് എത്ര രാത്രി ആയെങ്കിൽ പ്രശ്നമില്ല. ഓർഡറെല്ലാം കൊടുത്തിട്ട് സമാധാനമായല്ലോ ഇട്ട് അങ്ങനെ. പിന്നെ ഓർഡറൊന്നും ഇല്ല, ഇനി ഉള്ളതിനെല്ലാം കുറച്ചുള്ളതിനെ കൊടുത്തിട്ടായതിന് ശേഷം പിന്നെ നമ്മൾ പോലാന്ന്. ഇപ്പോൾ അത് ഇവിടുന്ന് വിടുമ്പോൾക്ക് 5:30-6 മണി എന്തോ അതിന്. പക്ഷെ അവിടെ അടുക്കത്തുനിന്ന് ഒരു മണിക്കൂറിൻ്റെ ഓട്ടം ഉണ്ടല്ലോ, അടുക്കത്തുമ്പോൾ 7:30 മണിയല്ല അതിന്. പക്ഷേ ഇപ്പോൾ പള്ളിക്കരയിൽ രാത്രിയോളം ഉള്ളതുകൊണ്ട് പ്രശ്നമില്ല. ഫസ്റ്റ് വേണ്ട ഇപ്പോൾ വയിലോട്ടെന്നെ പരിക്ക് പോകുന്ന എന്നിട്ട് ഇങ്ങനെ 2 മനസ്സിൽ നമ്മൾ പോയതാണ്. അടുക്കെത്തിയിട്ട് എല്ലാം ചെയ്യണ്ട അതിനറിഞ്ഞാൽ. അങ്ങനെ മഹദും പിള്ളമാരെല്ലാം ബീച്ചിൽ നല്ല കളിയാണ്. നമുക്ക് ബീച്ചിലേക്ക് പോകാൻ ബീച്ചിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ ഇരിക്കാൻ ആ കടലിങ്ങനെ
ഇങ്ങനെ നോക്കിയിട്ട് കുറേ നേരം ഇരിക്കാൻ നല്ല മജയാണ്. പക്ഷെ ഇങ്ങനെ വെള്ളത്തിന് തൊടാൻ ഇഷ്ടമില്ല, പേടിയാണ്. വെള്ളം തൊടയില്ല, പക്ഷെ കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കും ഞാൻ. അപ്പോൾ ഇവരെല്ലാം നല്ല കളിയിലുണ്ട്. ഞാൻ കുറച്ച് അപ്പുറം പോയിട്ടിരുന്നതാണ്. ഞാൻ മഹദിന് വരെ നോക്കിയ ഒരു ഒത്തിരി പേടിയില്ല. ഇപ്പോൾ ഏറ്റവും ഇറക്കം തോന്നുന്നു, ഇങ്ങനെ വെള്ളം മെല്ലെ വരുന്ന രാത്രി ആയതുകൊണ്ട് തന്നെ ഒരു വെള്ളം കൊള്ളുമ്പോൾ അത് മറിയുന്നു, അത്ര തന്നെ ഉള്ളതും അത്. പിന്നെ ഈ മഹദിനെ കണ്ടവരല്ലേ ഈ വീഡിയോയിൽ കണ്ടിട്ട് ഡയറക്റ്റ് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാക്കുന്നത്. ഞാൻ ഇത്ര ചെറുതാണ്, വീഡിയോയിൽ ഇങ്ങനെ കാണുന്നല്ലോ. പക്ഷെ ശരിക്കും അവന് ചെറിയതാണ്, 2 വയസ്സ്. ഇപ്പോൾ ഈ നോമ്പ് 25 2 വയസ്സായി. പക്ഷെ ആരും വിശ്വസിക്കാമല്ലോ അവനെ ഡയറക്റ്റ് കണ്ടെങ്കിൽ 2 വയസ്സായിട്ട്. ഒരു ഇച്ചക്കുണ്ട് എടെങ്കിൽ കുത്തിർന്ന കളിയില്ലേ, കാണയില്ല, ഫുട്ബോളെല്ലാം അടിച്ചോണ്ട് പോകും, അത്ര ചെറുതാണ്. പിന്നെ അങ്ങനെ അപ്പതാ പിള്ളമാർ നല്ല കളിയിലുണ്ട്. അധികം ആൾക്കാരൊന്നുമില്ല, കുറച്ചാളാന്നുള്ളത്. അങ്ങനെ നമുക്ക് കടൽ കാഴ്ചകളെല്ലാം കണ്ടിട്ടായതിന് ശേഷം ഇല്ലേ നമ്മൾ കൊണ്ടുപോയ കേങ്ങാച്ചും ചട്നിയും കട്ടൻ ചായ അതെല്ലാം ഇല്ലേ, അതെല്ലാം ഇരുന്നിട്ട് നമ്മൾ ആ ബീച്ചിൻ്റെ അവിടെ തന്നെ കഴിക്കുന്നുണ്ട്. പക്ഷെ അതെന്തോ ഒരു വ്യൂ പറഞ്ഞാൽ ഭയങ്കര മജ ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായി. ചൂട് ചായയും ഇതെല്ലാം കൂടിയിട്ട് കഴിക്കുമ്പോഴേക്കില്ലേ ഒരു വേറെ തന്നെ ടേസ്റ്റ്. നമ്മൾ പുരയിൽ കഴിക്കുന്നതിനേക്കാളും ഡബിൾ ടേസ്റ്റാണ്. അങ്ങനെ ഞാനും പിള്ളമാരെല്ലാം കഴിച്ചിട്ട് അതിന് ശേഷമില്ലേ പിന്നെ അവിടെ കുറേ നടന്നിരുന്നു. നമ്മൾ ബീച്ചിൻ്റെ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നടന്നിട്ടും പിള്ളമാർ തൊട്ടിട്ട് കളിച്ചുകൊണ്ടും പിന്നെ അപ്പുറം ഇപ്പുറത്തുള്ള പിള്ളമാർ നല്ല വിജയിക്കൊണ്ടും പിന്നെ അവിടെ കുറേ ഊഞ്ഞാലെല്ലാം ഉണ്ടായില്ല, അവിടെ നിന്ന് റൈഡിലിരുന്നതും അങ്ങനത്തെ എല്ലാ കഥയും ഉണ്ടായിന്. ഇതെല്ലാം സംഭവം ഇപ്പോൾ 8, 8:30, 9 മണിക്ക് ശേഷമാണ്. അങ്ങനെ മാഷാള്ള ഞാൻ ഇട്ട വീഡിയോക്കില്ലേ കമൻറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ട് മാഷാള്ള കുറേ കമൻറ്റ് ഇടണേ. നല്ല 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 അടിപൊളി കമൻറ്റ് എല്ലാം ഇട്ടിട്ട് കമൻറ്റ് ഇട്ട് എല്ലാവർക്കും താങ്ക്സ് ആവാം. നിങ്ങൾ എൻ്റെ വീഡിയോ നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ കമൻറ്റും അതിൻ്റെ ലൈക്കെല്ലാം ഇടുമ്പോൾ മാഷാള്ള ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 10 ദിവസത്തെ കമൻറ്റ് എന്ന്. അപ്പോൾ ഇപ്പോൾ ഒരു ദിവസമായിട്ടുണ്ടല്ലോ, ഇനി 9 ദിവസത്തെ കമൻറ്റ് നിങ്ങൾ ഇടാവാ. ഓക്കെ, എല്ലാവരുടെ കമൻറ്റ് ഞാൻ നോട്ടാക്കിയിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായതിന് ശേഷമില്ലേ തന്നെ നല്ല കളിയിലുണ്ടറിഞ്ഞാൽ. അങ്ങനെ നമ്മൾ വീഡിയോസും എല്ലാം എടുത്തിട്ടായതിന് ശേഷം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിന്. അപ്പുറം പുള്ളമാർ മറ്റേ ഊഞ്ഞാലെല്ലാം ഇരിക്കുന്ന നല്ല സ്ഥലത്ത് അങ്ങനെ ആടെ പോയിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ടായിരുന്നു അങ്ങോട്ടേക്ക് പോയതാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്താണെന്നറിയോ, ഇത് കുറേ വീഡിയോസ് എടുത്തിട്ട് ഏകദേശം 1 ആഴ്ച 2 ആഴ്ച അങ്ങനെ എന്തോ ആയെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് 2, 3, 4, 5 ദിവസമായി ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്ത് കഥ വീഡിയോ എടുക്കാന്തേന്നല്ലോ, വീഡിയോ ഇടാന്തേന്നല്ലോ. അത് എൻ്റെ ഉമ്മാക്ക് സുഖമില്ലായിരുന്നു, അങ്ങനെയാണ് വീഡിയോ ചെയ്യാത്തത് ഇത്ര ദിവസം. ഉമ്മാക്ക് സുഖമില്ലാന്നൊരു വക എല്ലാവർക്കും അറിയും, പക്ഷേ അറിയാത്തൊരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ഇതിന്ന് ഇപ്പോൾ കുറച്ച് ഒരു 4-5 ദിവസമായിട്ട് നല്ലോണം സുഖമില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ മെല്ലെ വിഷയം പറയും, നമുക്കൊന്നും വലിയ മനസ്സിലാവുന്നില്ല. നമുക്കറിയുന്നു, പക്ഷെ വന്നവർക്കൊന്നും ഇങ്ങനെ പെട്ടെന്ന് പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷെ ഇപ്പോൾ അത് നല്ലോണമായിട്ടില്ലേ ഒരു എന്താ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയിട്ടില്ല നല്ലോണമായിട്ടുണ്ടായിനും. അങ്ങനെ എല്ലാവരും നിങ്ങൾ ദ്വാരക്കണം ഉമ്മാക്കും വേണ്ടിയിട്ട്. അപ്പോൾ സുഖമില്ലാത്ത തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ അവിടെ കിടന്നിട്ടുണ്ടതെങ്കിലും 2, 3, 4 കൊല്ലം എന്തോ ആയും ഇങ്ങനെ കിടന്നിട്ട് തന്നെ വീൽ ചെയറിലെല്ലാം ആയിട്ട്. മുമ്പെല്ലാം വീൽ ചെയറിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ കുളിപ്പിച്ചിട്ട് അതിന് ശേഷം വീൽ ചെയറിൽ കുറേ ടൈം ഇരിക്കാൻ രാവിലെ 9, 10 മണിയാകുമ്പോൾ കുളിപ്പിച്ചിട്ടായിട്ട് വീൽ ചെയറിലിരുന്ന ഉച്ച വരെ വൈകുന്നേരം വരെ രാത്രി വരെ തന്നെ വീൽ ചെയറിലിരിക്കും കുറേ ടൈം. പക്ഷെ ഇപ്പം അങ്ങനെ എന്തല്ല, ഇപ്പം നടുവിൻ്റെ എല്ലാം എല്ലിനെല്ലാം ശക്തി കുറഞ്ഞുകൊണ്ട് ഇരിക്കാനോ നടക്കാനോ നിൽക്കാനോ ഒന്നും കഴിയുന്നില്ല. നമ്മ എന്നെ കുളിപ്പിക്കണോ, വയലിട്ട് കൊടുക്കണോ, ഇരുത്തിക്കണം, കിടത്തിക്കണം എല്ലാം ആക്കണം. പക്ഷെ എന്നാലും നമുക്ക് ഉമ്മ എന്നിട്ട് പോകുമ്പോൾ ഉമ്മാമറൊരു വേറല്ലേ അല്ലേ, പോകുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീലാണ്. ഇപ്പോൾ സുഖമില്ലാതെ ഭയങ്കര ടെൻഷനാണ്. അത് എന്തല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബേജാറാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ പോകുന്നതും വരുന്നതും നിൽക്കുന്നതും എല്ലാം ഒരാളായിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടുണ്ട്. മന നോക്കാൻ വരുന്നതും അങ്ങനെ ലൈറ്റ് ഒരിക്കൽ കണ്ണ് തുറന്നിട്ട് നോക്കുന്നത് കുറച്ച് ചെറുതായിട്ട് ഇങ്ങനെ ബിസിയാക്കുന്ന അങ്ങനെ ഒരിക്കൽ കണ്ണ് ചിമ്മെങ്കിൽ അറിയുന്നേയില്ല ആരെ വിളിച്ചെങ്കിലും ഇതാക്കിയെങ്കിലോ അങ്ങനെ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എൻ്റെ ഉമ്മാക്കും വേണ്ടി ഇത് വരക്കണവേ. അങ്ങനെ എത്ര കഴിയുന്നില്ലാങ്കും എത്ര കെടുത്തത്തിലായെങ്കും ബെഡ് നെനിങ്ങില്ലായെങ്കിലും അല്ലേ, അത് ഉമ്മാറുമ്മാർ തന്നെ ഒരു പെരക്ക് പോയിട്ട് നമ്മളേക്കൊരു എന്താ നമ്മളിപ്പോൾ വേഗം കയറിയിട്ട് നേരെ പോകുന്നു മന റൂമിലേക്ക്. അത് മന നോക്കി അവിടെ കുറച്ച് വിഷയം പറഞ്ഞ് കൈ പിടിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടാകുമ്പോൾ നമുക്കൊരു സമാധാനമാകുന്നത്. പക്ഷേ ഇപ്പോൾ എന്തും നമുക്ക് ഒരു മുണ്ടാതാക്കാതെ ഭയങ്കര ബേജാറാന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഉമ്മാക്കും വേണ്ടി ഇത് വരക്കണവേ. ഓക്കെ, റംസാൻ മാസമല്ലേ വരുന്നല്ലേ, അപ്പോൾ എല്ലാം
എല്ലായിടത്തും വരക്കണം. മുമ്പല്ലേ ഇപ്പം ഞങ്ങൾ ഉമ്മയില്ലേ, ഇപ്പം ഞങ്ങല്ലേ ഇങ്ങനെയുള്ള അങ്ങനെ ഞാൻ ഭയങ്കര ഫുഡാക്കാനുള്ള ഭയങ്കര ഉഷാറായി. ആരെങ്കിലും പരിക്ക് വരുന്നതെന്നല്ല പറഞ്ഞെങ്കിലല്ലേ ഈ പച്ചരിയല്ല പച്ചരി അരച്ചിട്ട് പുളിവാളം ചുടുന്നിയും നെയ്പ്പത്തിൽ ചുടുന്നിയും പിന്നെ മിക്സ് പച്ചക്കറി വെജ് കറി അല്ലേ അതെല്ലാം ഒരു 2 മിനിറ്റ് 10 മിനിറ്റിൽ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ടാണ് ഇപ്പം ഞങ്ങളെ ചെയ്യുമ്പോൾ തന്നെ. പക്ഷെ ഇപ്പോൾ സുഖമില്ലാത്തപ്പോൾ എന്തോ മുമ്പ് പണിയെടുത്ത് ഉമ്മാനേ ചിലല്ല ഇപ്പം കാണുമ്പോൾ പറഞ്ഞാൽ ഞങ്ങളുപ്പാക്കെല്ലാം ചൂടാണ്ടിയത് 3 നേരം 3 കറിയാണ്ട് അതാണ് ഉപ്പാക്ക്. രാവിലത്തത് ഉച്ചക്കാവല, ഉച്ചക്കത്തത് രാത്രി ആവല അങ്ങനെ. അപ്പോൾ രാത്രി ചപ്പോളം ചപ്പാത്തിയും പച്ചക്കറിയും മിക്സ് എന്തെങ്കിലും പച്ചക്കറി, രാവിലെ ഗോതമ്പ് കലത്തപ്പം പച്ചക്കറി അങ്ങനെ എന്തെല്ലാം ഉപ്പാക്കിൽ. അതങ്ങനെ ചെയ്ത് നല്ല ചൂടോടെ തന്നെ ആയിട്ടില്ലേ അതന്നെ വേദിയായി. അപ്പം നല്ല മിക്സ് പച്ചക്കറി അല്ലാണ്ട് വേറെ തന്നെ അല്ലെങ്കിൽ നെയ്പ്പത്തിൽ ഗോതമ്പിൻ്റെ കലത്തപ്പില്ലേ അതേ ഗോതമ്പിൻ്റെ ദോശ, ഗോതമ്പ് പച്ചരിയെല്ലാം ഇട്ടിട്ട് അരച്ചിട്ട് തന്നെയുള്ള ദോശ, തേങ്ങയെല്ലാം ഇട്ടിട്ട് അങ്ങനത്തെ എല്ലാം ഉപ്പാക്ക് ഇഷ്ടം അങ്ങനത്തെ എല്ലാം ചൂടുണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം അപ്പൾക്കപ്പോൾ നല്ല ആരോഗ്യമുള്ള നാളിൽ ഉപ്പാക്ക് ചെയ്ത് കൊടുത്തോണ്ടതിന്. അപ്പോൾ ഇപ്പോൾ ഉപ്പാവും മരിച്ചിന് ഉപ്പാൻ്റെ ആഹാരം വിളിച്ചാക്കിട്ട് ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് എല്ലാവരും ദോശ ചെയ്യണവ. അപ്പോൾ ഇപ്പം ഇങ്ങനെ കിടന്നിരുന്ന് കാണുമ്പോൾ വിചാരിക്കുന്നത് എത്രയല്ല പണിയെടുത്ത ആൾക്ക് ഇങ്ങനെ കിടന്നിട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടവും ബേജാറും. അപ്പം അത്ര തന്നെയല്ലേ മനുഷ്യന്മാരുടെ അവസ്ഥ അല്ലേ. നല്ല ആരോഗ്യം ഇതെല്ലാം ഉള്ള നാളിൽ നമ്മളായാലും നല്ല ഉഷാറിലുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വയസ്സും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ നമ്മളെല്ലാം അവസ്ഥ. ഇപ്പം പക്ഷേ അത് ഉമ്മാനെ നോക്കാൻ നമ്മൾ ഇപ്പോൾ ഇത്ര ഞങ്ങൾ 6 പെണ്ണല്ലേ, 6 പെണ്ണ് മക്കളുണ്ട്, ഒരു മോനും ഉണ്ട്. പക്ഷേ അല്ല ഇനി നമ്മളെല്ലാം അവസ്ഥ വിചാരിക്കുമ്പോൾ എന്തോ ഒരു പടിയാന്നല്ലേ. ഉമ്മക്ക് വലിയ പഠിപ്പും വിവരവും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓതുന്നല്ല ഉമ്മക്ക് ഭയങ്കര ഇഷ്ടം. ആരെക്കൊണ്ടെല്ലാം മൊയ്യുദ്ദിമാലോതി നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്ന നാളല്ലേ ഉമ്മ 1 മിനിറ്റ് നമ്മളെ ഉണ്ടാതിരിക്കാൻ ശ്രമിക്കില്ല. രാവിലെ മദ്രസ പോകും, മദ്രസ പോയിട്ട് വന്നിട്ട് 9 മണിയാകുമ്പോൾ സ്കൂളിൽ പോയിട്ട് വന്നിട്ടായിട്ടില്ലേ ഒരു 4:30 മണി 6 മണിയോളില്ലേ നമ്മളപ്പുറത്ത് തന്നെ ഉസ്താദന്മാർ ഇങ്ങനെ മൊയ്യദ്ദിമാല അതെല്ലാം പഠിപ്പിക്കാൻ വന്നുകൊണ്ടായിരുന്നു. അതിന് വിടും നമ്മളെ മൊയ്യദ്ദിമാല ബദർമാല മാലപ്പാട്ടെല്ലാം അല്ലേ അതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് രാത്രി രാത്രിക്കത്തെ മദ്രസ പോവും. അങ്ങനെ ഇതാക്കിയിട്ട് പഠിപ്പിച്ചുകൊണ്ടേ ഉമ്മ എന്തെങ്കിലും ഉമ്മാനെ പോലെ പഠിപ്പില്ലാതെ ഇപ്പോൾ ഉണ്ടാകും മക്കൾക്ക് നല്ല ചെല്ലിട്ട് എവിടെ പള്ളിയിൽ പോയെങ്കിലും പുട വിരിക്കുന്നയോ നിറച്ചാക്കുന്നയോ എന്തോ അരക്കുന്നയോ എന്നെ പോലെ മക്കായി പോകണ്ട മക്കൾക്ക് നല്ല പഠിപ്പ് കൊടുത്തിട്ട് നല്ല ബുദ്ധി കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു ഇതാണ് ഉമ്മാക്ക്. എല്ലാവരും നമ്മളോടില്ല ഇപ്പോൾ മാരി ബിസ്കരിച്ചിട്ടായിട്ട് പറയും നിങ്ങൾ എല്ലാവരും മൊയിലതോത് നിങ്ങൾക്ക് ഞാൻ അതാക്കി തരും, ആ മുട്ടായി തരും ഈ മുട്ടായി തരും അങ്ങനെ തരും ഇങ്ങനെ തരും എന്നല്ല നമ്മൾ എന്ത് കഴിഞ്ഞത്ര സോപ്പിട്ടിട്ടില്ല. ഓദിക്കുന്നതും നിസ്കരിക്കുന്നതും സിക്കർ ചെല്ലുന്നതും മറ്റേ മടകുറിച്ചേക്കിനെല്ലാം ഭയങ്കര ഇഷ്ടം ഉമ്മാക്ക്. അതെന്തോ ഈ മടവൂർ പോന്നിയും മടകുറിച്ചേക്ക് അതെല്ലാം ഭയങ്കര ഇതാണ്. വലിയാക്കന്മാറും ഇതന്നെ ഉമ്മാക്ക് വിഷയം. ഇത്ര സ്ഥലത്ത് ചെല്ലിയെങ്കിൽ അത് തരും, അത്ര സ്ഥലത്ത് ചെല്ലിയെങ്കിൽ ഇത് തരും, അങ്ങനെ എല്ലാം ചെല്ലിക്കൊണ്ടായി പറഞ്ഞാൽ. ഇപ്പം ഇങ്ങനെ ഉമ്മ കിടന്നിട്ട് കാണുമ്പോൾ ശരിക്കും പറഞ്ഞൊരു എന്തുള്ള അങ്ങനൊരു മാഷാ അല്ലാ അങ്ങനെ ഉമ്മ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ അറിവില്ലെങ്കിലും നമ്മളിങ്ങനെ മലപ്പാട്ട് പാടാനും ബദർമാല പാടാനും മറ്റേ നഫീസത്ത് മാല അതെല്ലാം പണ്ട് ഉമ്മ ഞങ്ങൾക്ക് പഠിപ്പിച്ചതുകൊണ്ടാണ് നേരെ അറിഞ്ഞത്. അപ്പോൾ ഇപ്പം അത് ഞമ്മ പഠിച്ചുകൊണ്ട് ഇപ്പം നമ്മളെ പിള്ളമാർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയുന്നത്. അപ്പോൾ അത് ഇത് പഠിക്കുകയും മരുമാല പാട് മറ്റേത് പാട് വർഷത് പാട്. ഇപ്പോഴത്തെ പിള്ളമാർക്ക് എന്തായാലും അറിയാലേ ഫോണിൽ കളിച്ചിട്ട്. എന്നാലും മാഷാ അല്ലാ പിള്ളമാരെല്ലാം നല്ല വലിയ അവർക്ക് അറിയുന്ന പോലെ ഇപ്പോൾ പാടുന്നുണ്ട് കുറച്ചായെങ്കിലും. അങ്ങനെ ഏയില ഖബറിൻ്റെ ഇതിലെല്ലാം ഇങ്ങനെയെല്ലാം പോകുമ്പോൾക്ക് മാമാൻ്റെ ഖബറുണ്ട് പാപ്പാൻ്റെ ഖബറുണ്ട് ഓർതുണ്ട് ഓർക്ക് ഫാത്തിയോത് യാസീനോത് അങ്ങനെ ഇങ്ങനെ മരിച്ചവർക്ക് അതോത് സലാത്തോ ഇതെല്ലാം ചെല്ലിട്ട് ഉറങ്ങുക. അപ്പോൾ വേസാറാവും അങ്ങനെ ഇതെല്ലാം ഒരു ഉമ്മക്ക് അറിയാത്തോണ്ടില്ല അങ്ങനെ മക്കായി പോകണ്ടായിട്ടില്ലേ ഒരു വേറെ തന്നെ ഉമ്മാൻ്റെ ചെല്ലിത്തരൽ ഒരു അറിയിക്കൽ നമ്മളെ ബാക്കിൽ തന്നെ കുടിച്ച് ചെല്ലും. അത് ഓതുന്ന തന്നെ വിസി ഓത് നിസ്കരിക്കും എന്നെയാണ് അറിയാ. ഇപ്പം നമ്മളെല്ലാം പിള്ളേരിപ്പോൾ മകരീബ് നിസ്കരിച്ച് ഒരു യാസീന ഒരു ദുഖാന ഒരു മുൽക്ക എന്തെങ്കിലും 2 ഓതിയിട്ട് കഴിഞ്ഞില്ലേ 7 മണി 8 മണിൻ്റെ ഉള്ളവർക്ക് ഓതിയിട്ടും ഫോൺ നോക്കിയിട്ടും സ്കൂൾ ഓതിയിട്ടെല്ലാം പഠിച്ചിട്ടെല്ലാം ആയിട്ടായി. പക്ഷെ എൻ്റെ ഉമ്മയില്ലേ 7 മണി 9 മണി വരെ ഓത്
അതുപാട് ഇതുപാട് അതോത് ഇതോത് നൂർലിമാലോത് കഞ്ചില്ലർ സോത് മൊയ്തിമാലപാട് അത് മജ്ലിസ് നൂറല്ല ഇപ്പല്ലേ ബയ്യല്ല ഒരു ഫേമസായി ഉമ്മ പണ്ടേ ചൊല്ലിക്കൊണ്ടേ അപ്പോൾ അത് മജ്ലിസ് നൂർ എന്നല്ല എന്തോ ബൈത്ത് പാടുന്നല്ലോ അങ്ങനെല്ലാം ഉമ്മ ചൊല്ലിക്കൊണ്ട് അതിനറിയാം. പിന്നെ ഇതിന് മറ്റേ നബിൻ്റെ ബൈത്തല്ലേ ഇല്ലേ നമ്മ മറ്റേ എന്ത് തൊട്ടടുപ്പല്ല പാടുന്ന ആ ബൈത്തെല്ലാം അതെല്ലാം ഉമ്മ പഠിക്കലെന്ന് പറഞ്ഞു. നമുക്കതിങ്ങനെ ഉമ്മക്ക് ഓതാറിയുന്നില്ല, അപ്പോൾ നമ്മളെ കൊണ്ട് ഓതിപ്പിക്കുന്നത് അത് കേട്ടിരിക്കാൻ ഇഷ്ടം ഭയങ്കര. അങ്ങനത്തെ എല്ലാം ഉമ്മാഞ്ഞ് ഇപ്പോൾ മുണ്ടാനൂരെ കഴിഞ്ഞില്ല എന്താക്കുന്നല്ലേ. ഉമ്മ അങ്ങനെ കിടന്നിട്ട് ഉമ്മാൻ്റെ ഏജിലുള്ള ഉമ്മമാരെല്ലാം കാണുമ്പോൾ മാഷാ അല്ലാഹ് എന്തോ ഒരു അസാന്നൊരുള്ള നമുക്ക്. അപ്പോൾ എല്ലാവർക്കും ആയുസ്സും ആഫിയത്തും ആരോഗ്യം കൊടുക്കട്ടെ അല്ലേ. അപ്പോൾ നമ്മളേതൊരു പരീക്ഷണമായിരിക്കും. പരീക്ഷിച്ചാൽ നമുക്കൊരു എത്രയെങ്കിലും ഒരു എന്തല്ല അതിന് പറയാൻ കഴിയുന്നില്ല എന്താ പറയേണ്ടതെന്ന്. അപ്പോൾ ബീച്ചിലെ പിള്ളമാരെ എല്ലാ കളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ടായിന് ശേഷം ഏകദേശം ഒരു പെരക്കെത്തുമ്പോൾ 12:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിന്. കുറേ ലേറ്റ് ആയിട്ടുണ്ടായി. അപ്പോൾ പിറ്റേ ദിവസം പിള്ളേർക്ക് സ്കൂളൊന്നും ഇല്ലയെന്ന് തോന്നുന്നു, നമുക്ക് ശരിക്കും ഓർമ്മയില്ല. അങ്ങനെ ലേറ്റായെങ്കിൽ പ്രശ്നമില്ലായിട്ട് അങ്ങനെ നമ്മൾ നിന്നതാണ്. അപ്പോൾ ഓറിങ്ങനെ വന്നിട്ടാകുമ്പോൾ ഒരു ഇടയ്ക്കിടയ്ക്ക് ബീച്ചിൽ പോലുണ്ട്. ഒരിക്കൽ വന്നിട്ടാകുമ്പോൾ ഒരിക്കൽ പോകും. അപ്പോൾ ഇക്കുറി പോകാൻ ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല, അങ്ങനെ പോയതാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നിട്ടായതിനു ശേഷം അല്ലേ എൻ്റെ എന്നെ ഒന്നിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഞണ്ട് കറീൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ പിറ്റേ ദിവസത്തെ വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ പിറ്റേ ദിവസം രാവിലെ അല്ലേ ഞാൻ എന്തപ്പോൾ ഉണ്ടാക്കിയത് കടലക്കറിയും കടുമ്പും എല്ലാം ആയിട്ടായതിന് ശേഷം ഇല്ലേ പിന്നെ ഞാൻ നിങ്ങൾക്ക് ഞണ്ട് കറീൻ്റെ റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ അത് ബദാമൊക്കെ കൊണ്ടുവന്നിട്ട് കുറേ സൈന് ഞാൻ വറക്കണമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ ടൈമിൽ തന്നെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ വറുത്തെടുക്കുന്നുണ്ട്. ഇതോർ വരുമ്പോൾ കൊണ്ടുവന്ന ബദാമതിനോ അങ്ങനെ അതിനൊന്ന് ഞാൻ ചൂടെല്ലാം അറിയാൻ ശേഷം ടിന്നിലിടാൻ വേണ്ടിയിട്ട് ടിന്നെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനില്ല നിങ്ങൾക്ക് ഞണ്ട് റെസിപ്പി കാണിക്കാം. അപ്പോൾ ഓരോ മാർക്കറ്റിൽ പോയിട്ട് വരുമ്പോൾ ഞണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്. പക്ഷേ ഈ ഞണ്ട് ഇങ്ങനെ കാണുന്നത് മാത്രം ഞാൻ ഭയങ്കര ഒരു നിലാവിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ എന്തോ ഞണ്ടുണ്ടോ അങ്ങനെ എന്തോ ചെന്നല്ലേ എന്തോ ചെന്നത് നേരെ ഓർമ്മയില്ല. അപ്പോൾ അതുകൊണ്ട് ഇറച്ചി തീരെ കുറവാഞ്ഞതിലുണ്ട് അതിന്. അപ്പോൾ ഞണ്ടിൽ ഇങ്ങനെ കാണാൻ മാത്രമേ അതിന് തൊലിയും ഞെട്ടും കാലും കയ്യെല്ലാം പോയിട്ടാകുമ്പോൾ എന്തുണ്ടാകുന്നില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ സ്പെഷ്യൽ ഞണ്ട് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കാണിച്ചു തരാം. അതിന് ഞാൻ മറ്റേ വള്ളിമുളില്ലേ ഒരു 10-12 വള്ളിമുള എടുത്തിട്ട് മല്ലിയും മുളകും വറുത്തെടുത്തിന്. അതിലേക്ക് തന്നെ ഇല്ലേ ഞാൻ അതിനെ മാറ്റി വെച്ചിട്ട് അതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് കറിച്ചപ്പ്, നീരുള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒരു പീസ് ഇട്ടിട്ടില്ലേ. ഉള്ളിയെല്ലാം നമുക്ക് വേണ്ടി എത്ര ഇടാം ആവശ്യത്തിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ എല്ലാം 1.5-2 ഉള്ളി 2-3 തക്കാളി അങ്ങനെ എല്ലാം ഇട്ടിട്ട് എടുത്തതാണ്. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ കറിച്ചപ്പിട്ട് കൊടുത്ത് അതിലേക്ക് അതിങ്ങനെ വേണം കൂടെ നമ്മളിഷ്ടം പോലെ ഉള്ളി, തക്കാളി, വെളുത്തുള്ളി എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് അതിന് ശേഷം ഇല്ലേ ഒരിത്തിരി ഇല്ലേ ഒരിത്തിരി അല്ലെങ്കിൽ ഒരിത്തിരി ജീരകവും ഒരിത്തിരി മറ്റേ ഉലുവ, പിന്നെ മറ്റേ മഞ്ഞൾ, കുറച്ച് ഫിഷ് മസാല, ഞാൻ ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. അതെല്ലാം ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. അതിൻ്റെ ഇടയിലില്ല ഞാൻ മുന്തിരിയെല്ലാം നല്ല പാങ്ങലൊന്ന് കഴിച്ചിട്ട് ഇടയിൽ മുന്തിരിയും കഴിക്കുന്നുണ്ട്. മുന്തിരിൻ്റെ എല്ലാം സീസണല്ലേ അല്ലേ അങ്ങനെ. അപ്പോൾ അതെല്ലാം അതിന് ശേഷം ഇല്ലേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിന്. തേങ്ങ കൂട്ടിട്ട് പിന്നെ ഈ എടുത്ത മുളകില്ലേ ആ മുളക് കൂടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഇട്ടിട്ട് നല്ലപോലെ വറുത്തെടുക്കാം. വറുത്തിട്ട് തന്നെ നല്ലൊരു സ്മെല്ല് വരുന്ന എത്ര നിങ്ങൾ വറുക്കണോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. വറുത്തിട്ട് അതിന് ശേഷം നല്ല ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ കൈ. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ ഞാൻ ഞണ്ടിനെല്ലാം ഒന്ന് നല്ല പാങ്ങല കൈറ്റ് ഊറാൻ വെച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ അതാ കുറച്ച് മഞ്ഞളിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫിഷ് മസാല ഇല്ലേ ഫിഷ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ കറീൻ്റെ നമ്മൾ എന്ത് ഐറ്റം ഉണ്ടാക്കുമ്പോൾ ഇതിലേക്ക് ഫിഷ് മസാല ഇട്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മീനിൻ്റെ മുളകെല്ലാം ആക്കുന്നില്ല ഇങ്ങനെ ഒരു സാധാരണ മുളക് അതിലേക്കെല്ലാം മീൻ മസാല ഇട്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നൊരു വേറെ തന്നെ ഒരു ഹോട്ടലെല്ലാം എടുക്കുന്നില്ല. അതിങ്ങനെ ഇട്ടിട്ട് നോക്കാവേ. അത് ചെറിയ പാക്കറ്റും വലിയ പാക്കറ്റെല്ലാം കിട്ടുന്നു. അപ്പോൾ അതാ ഞാൻ ഈ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കുറച്ച് മസാല ഒരു 2-3 സ്പൂൺ ഇട്ട് കൊടുക്കാം. അതെല്ലാം ഇട്ടിട്ട് അതിന് ശേഷം നല്ല പാങ്ങല വറുത്തെടുത്തിട്ടില്ലേ മിക്സിയിൽ അടിച്ചിട്ടെടുത്തെങ്കിൽ അത് തിളക്കുമ്പോൾ അതിലേക്ക് ഞണ്ട് കറി ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നല്ല കുറച്ചൊരു തിള വരുമ്പോൾക്ക് നല്ല ഞണ്ട് കറി റെഡി. ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മസാല ആക്കിയിട്ട് അതിലേക്ക് ഞണ്ട് ഇട്ടിട്ട് മുളകിട്ടിട്ട് അങ്ങനെ വെക്കുന്നല്ലേ. അപ്പോൾ ഞാൻ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയത്. അല്ലെങ്കിൽ നമ്മൾ ഞണ്ട് ചാറാക്കുന്നില്ലേ സാധാരണ നാടൻ ചാറ് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതും അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഞണ്ട് ഫ്രൈ ആക്കുന്നില്ലേ അങ്ങനെയും ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഞണ്ട് പെപ്പർ കറി ഇല്ലേ
എല്ലാം ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ടിട്ട് അരച്ചിട്ട് ഒരു കറുത്ത കളർ കറി. അങ്ങനെ നമുക്ക് ഓരോരാൾ ഓരോരോ സ്റ്റൈലാണ് വെക്കുന്നല്ലേ, ഓരോരാൾക്ക് ഓരോരോ ഇഷ്ടം പോലെ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങനെ നോക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ട്രൈ ആക്കിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ, അവർക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ടിന് വെച്ചിട്ട് ചൂടോടെ തന്നെ കഴിച്ചിട്ട്. പിന്നെ ഈ ഞണ്ടെല്ലാം വെക്കുമ്പോഴേക്കില്ലേ നമ്മൾ ചോറെല്ലാം കുറച്ച് കുറവ് വെക്കണം. ഞണ്ട് തിന്നുമ്പോൾ നമുക്ക് ചോറ് തിന്നാനേ കഴിയുന്നില്ലല്ലോ. അപ്പോൾ ഞണ്ട് തന്നെ നേരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെയാണ് ഞണ്ട് കറിയെല്ലാം വെക്കുമ്പോൾ ചോറ് കുറച്ച് കുറയ്ക്കും. ഈ തന്നെ നേരെ ഇതിന് കഴിക്കണ്ടേ അങ്ങനെ. അപ്പോൾ ഞണ്ട് കറി ഇഷ്ടമുള്ളവരൊക്കെ കമൻ്റാക്കാം. ഇത് അതിനത്ര വലിയ ലൈക്കാന്നില്ല. ഞണ്ട് എന്തില്ലേ അവന് 1-2-3 കൂട്ടിയിട്ട് നമുക്കൊന്ന് വേറെ അമ്പലം എടുത്തിന്. അതിന് ശേഷം അവന് ഭയങ്കര ഞണ്ട് അങ്ങനെ ആക്കുന്നത്. പക്ഷെ കൂട്ടാണ്ടൊക്കെയല്ല, അത് കൂട്ടും. പക്ഷെ വലിയൊരു ഇഷ്ടമില്ല അവന്. ഞണ്ട്, കൂന്തൽ, ചെമ്മീൻ ഈ 3 ഐറ്റം കൂട്ടുമ്പോൾ അവന് വേറെ നമ്മൾ എടുക്കുന്നത് എന്ത് കഥയെന്ന് അറിയുന്നില്ല. അന്നൊരിക്കും ഇങ്ങനെ കൂട്ടിയിട്ട് തന്നെ നമുക്ക് ഇവിടെ മറ്റേ മഞ്ഞളിലെ ഉപ്പലിട്ട് കൊടുത്ത ഞാൻ പേറ്റമ്പലായിട്ട് അങ്ങനെ. അപ്പോൾ ഇതാ എല്ലാം റെഡി ആയിട്ടുണ്ട്. നല്ല തിളച്ച് വന്നിട്ടായതിനു ശേഷം ഇനി നമുക്ക് ഞണ്ട് കറി കൂട്ടാം. ഓക്കെ, ഇതാ നല്ല അടിപൊളി കറിയിട്ട് വന്നിന്. അപ്പോൾ ഇതില്ലേ നല്ല ഉള്ളെല്ലാം വെന്തിട്ട് നമ്മൾ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിക്കണം, ഉള്ളെല്ലാം വെന്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ നല്ല അടിപൊളിയായ ടേസ്റ്റി ഞണ്ട് കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ആക്കിയിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ കമൻറ്റിൻ്റെ കാര്യം മറക്കണ്ട. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഉമ്മക്ക് സുഖമില്ലാതായതുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ചെയ്യാത്തത്. 3-4 ദിവസമായെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മുമ്പേ അറിഞ്ഞ് ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ പറയല, പക്ഷേ നമുക്കറിയില്ല അതിനല്ലല്ലോ അങ്ങനെ. അപ്പോൾ എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചതല്ലേ. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇട്. ഓക്കെ, അപ്പോൾ ഓരോ സ്ഥലത്ത് അതിന് 9 ദിവസത്തെ വീഡിയോത്തിലേക്ക് വിടണം. ഓക്കെ, അതിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടാണ് ഗിഫ്റ്റ് ആക്കുന്നത്. അപ്പോൾ ഞാനൊരാൾ അഭിപ്രായം പറയുന്നുണ്ട്, അതിന് വേറെ എന്തിനേക്കാളും ക്യാഷ് തന്നെ നല്ലത്, കൊടുക്കുന്ന ആൾക്കൊരു യൂസ് ആവുമല്ലോ എന്നത് കറക്റ്റാന്ന് പറഞ്ഞത്. അവർക്ക് എന്ത് വേണ്ടിയത്, ചെറിയതായാലും വലുതായാലും ഒരു സമ്മാനം കിട്ടുമ്പോൾ ഒരു മജ തന്നെയല്ലേ അങ്ങനെ. അപ്പോൾ ഇൻഷാല്ല അപ്പോൾ ഞാൻ ക്യാഷ് പ്രൈസ് തന്നെ സെറ്റാക്കാം. 500 രൂപ ക്യാഷ് പ്രൈസാണ് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സെല്ലാം കൂടുമ്പോൾ നമ്മൾ വലിയ എമൗണ്ട് ഉണ്ട്. ഇപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലേ. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഉച്ചക്കായിട്ടുണ്ടായിരുന്നു, ഞാൻ 2 ദിവസമായിപ്പോൾ. അപ്പോൾ ഞണ്ട് കറിയും പിന്നെ അയില മുളകും പിന്നെ എന്തുണ്ടായിന് അച്ചാറ്, വേറെന്തോ സാധനം ഉണ്ടായിരുന്നല്ലോ. ഉമ്മാൻ്റെ അടുന്ന് ബസ്സളക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിന്, ബാബീൻ്റെ അടുന്ന് വേറെന്തോ പച്ചക്കറി. അങ്ങനെ ഞമ്മ ഇവിടുന്ന് ഞണ്ട് കറി കൊടുത്ത് ഓരോടുന്ന് ബസ്സളക്കറി തന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് 2-3 ഐറ്റംസ് എല്ലാം ആക്കിയിട്ട് വെക്കലാന്ന് പറഞ്ഞാൽ. അങ്ങനെ അൽഹംദുലില്ലാ നല്ല അടിപൊളി കറിയും ചോറെല്ലാം വെച്ചിട്ട് നിന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം എന്താ പറയുക ഉണ്ടാക്കിയ മക്രോണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി മക്രോണി കൊടുന്നിട്ട് നമുക്കിങ്ങനെ ഓർഡർ ഇങ്ങനെ പോകുന്നെങ്കിൽ നടയേ പെൻഡിങ്ങിലാന്ന്. അപ്പോൾ ഇതെന്തായാലും ചെയ്യണമെന്നിട്ടില്ലേ, ഞാൻ വൈകുന്നേരം ചായക്ക് വേണ്ടിയിട്ട് മക്രോണിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ചൂട് മക്രോണിയും ചായയെല്ലാം കഴിച്ചിട്ടതിന് ശേഷം എടുക്കാൻ തോന്നും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ആക്കാൻ മറക്കണ്ട. പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണണം. അപ്പോൾ നിങ്ങളെ ലൈക്കും കമൻറ്റും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു സ്മൈലും കൂടെ മറക്കണ്ട. നിങ്ങളെ വീഡിയോക്ക് കമൻറ്റും സംഭവങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് പിന്നെയും വീഡിയോ ചെയ്യാൻ ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് വരുന്നതാണ്. പക്ഷെ അതെല്ലാവരും പറയുന്ന വീഡിയോ ഇഷ്ടമാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇൻഷാ അല്ലാ എന്തല്ല നമുക്ക് ഇനി വീഡിയോ ഇനിയും അടിപൊളിയെല്ലാം ആക്കണം. നമ്മളെ കിച്ചൺ വർക്കെല്ലാം നടന്നുകൊണ്ടുണ്ട്. കുറച്ചും കൂടി ആയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വെറും കച്ചറൽ കുളുത്തു അങ്ങനെ ആയിട്ടുണ്ട്. അതൊന്ന് നല്ല കുറച്ചൊരു നീറ്റായതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.